ഹലോ എക്സാമിനർ CBSE ഫാമിലി. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും സയൻസ് എക്സാമൊക്കെ എഴുതി വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഈസി ആയിരുന്നോ, മീഡിയം ആയിരുന്നോ, ഡിഫിക്കൽട്ട് ആയിരുന്നോ, ക്ലാസ്സൊക്കെ യൂസ്ഫുൾ ആയിരുന്നോ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പലരുടെയും മെസ്സേജുകൾ കണ്ടു, പലരും നമ്മുടെ സ്റ്റുഡൻറ്റ് റിലേഷൻ ടീമിന് അയച്ച മെസ്സേജസും അതുപോലത്തെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അലൻ സാറിനും അർച്ചന മിസ്സിനും കിട്ടിയ മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ യൂസ്ഫുൾ ആയി എന്നുള്ളതാണ്. മിക്ക കുട്ടികൾക്കും എക്സാം ഈസി മീഡിയം ലെവലിൽ തന്നെയായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത പല ക്വസ്റ്റ്യൻസും 3 സെറ്റുകളിലും വന്നിട്ടുണ്ട് അല്ലേ. ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, പല ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെയാണ് വന്നത്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയെന്നാണ് വിശ്വാസം. 1-2 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് 95% മുകളിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക് പഠിച്ചു കൂട്ടിയാണെങ്കിൽ? ഓക്കെ. അപ്പോൾ എനിവേ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് നമുക്ക് നേരിടാനുള്ള എക്സാം സോഷ്യൽ സയൻസ് എക്സാം ആണ് മക്കളെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ സോഷ്യൽ സയൻസിന് എങ്ങനെ ഒന്ന് പഠിച്ചെടുക്കുക? കാരണം കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, കുറേ കണ്ടന്റ് ഉണ്ട്, കുറേ ഓർത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പഠിക്കുക? മക്കളെ, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് സമയമുണ്ട്. മാത്രമല്ല, നമ്മുടെ എക്സാം വിന്നറിൻ്റെ പവർഫുൾ സോഷ്യൽ ടീം നിങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു സംശയമില്ല, സോഷ്യൽ സയൻസ് നമ്മൾ എന്ത് ചെയ്യും? തകർക്കും. ഓക്കെ. പ്ലാൻ വളരെ സിമ്പിളാണ് മക്കളെ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സാറ്റർഡേ 7:30 നിങ്ങൾ വരുമ്പോൾ ഹിസ്റ്ററിയിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് തീർക്കും. ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുന്ന പറഞ്ഞാൽ കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ കണ്ടന്റ് മാത്രമല്ല, അതിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇന്നത്തോടെ തീർക്കും. ഇന്നത്തോടെ തീർന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ നിങ്ങൾ എന്താണ് റിവൈസ് ചെയ്യേണ്ടത്? ഒബ്വിയസ്ലി ഹിസ്റ്ററി കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക. അത് തറോ ആക്കുക. ഒരു ചോദ്യം പോലും, ഒരു കാര്യം പോലും നിങ്ങൾ അതൊന്നും മറക്കാൻ പാടില്ല. ആ ലെവലിലേക്ക് നിങ്ങൾ ആക്കുക. മറ്റന്നാൾ സൺഡേ വരുമ്പോൾ എക്കണോമിക്സ് അതേപോലെ തന്നെ. മൺഡേ പൊളിറ്റിക്കൽ സയൻസ്, അവസാനം ട്യൂസ്ഡേ ജോഗ്രഫിയും തീർന്നോടെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലൂടെ കടന്നുപോയി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലേക്ക് ഇരുന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? നോട്ട്സ് ഒക്കെ ഉപയോഗിച്ച്, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ച് റിവൈസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്ത് ചെയ്യുക? ക്ലാസ്സിലെടുത്ത ക്വസ്റ്റ്യൻസും അതുകൂടാത്ത ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ദ ഫൈനൽ ഡേ, ദ ഫിനാലെ ലൈവിന് വേണ്ടി വരിക. 100 ഷുവർ ക്വസ്റ്റ്യൻസ്. നമ്മുടെ സയൻസ് എക്സാമിന് 100 ഷുവർ ക്വസ്റ്റ്യൻസിലെ പല ക്വസ്റ്റ്യൻസ് അതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെയിം വിൽ ബി റിപ്പീറ്റഡ്. ഹിസ്റ്ററി വീണ്ടും, ചരിത്രം വീണ്ടും എന്താണ്? റിപ്പീറ്റ് ചെയ്യപ്പെടും. സോഷ്യൽ സയൻസിൻ്റെ കേസിലും ഈ ഒരൊറ്റ ലൈവോടും കൂടെ, ആ എക്സ്ട്രാ ലൈവ് കൂടെ കിട്ടുന്നതോടെ നിങ്ങൾ എന്ത് ചെയ്യും? സോഷ്യൽ സയൻസിലും ഫുൾ മാർക്സ് നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കിട്ടും. മക്കളെ, ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ഞങ്ങൾക്ക് എന്തായാലും സംശയമില്ല. എല്ലാ ടീച്ചേഴ്സും, ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മാക്സിമം അറ്റ്മോസ്റ്റ് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഓരോ സബ്ജക്ട്സിനും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളും അതുപോലെ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? കേരളത്തിലെ CBSE കുട്ടികൾക്ക് ഏറ്റവും നാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്ക്. ഓക്കെ മക്കളെ, അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമായി, ഈ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ സർ വി ആർ റെഡി എന്ന് പറഞ്ഞോളൂ. ഇന്ന് വൈകുന്നേരം നമ്മൾ പണി തുടങ്ങാൻ പോവാണ്. വൈകുന്നേരം 7:30 നിങ്ങൾ ഉണ്ടാവണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവണം. പിന്നെ പറഞ്ഞു കൊടുക്കുക, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക. എക്സാമിനറിൻ്റെ ക്ലാസ്സിൻ്റെ എഫക്റ്റീവ്നെസ് ഇന്നത്തോടെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ പറയുക, ലൈവ് ഒന്ന് കാണാൻ പറയുക, ആ നോട്ട്സ് വെച്ച് റിവൈസ് ചെയ്യാനൊക്കെ നിങ്ങൾ വേണം പറയാൻ. നിങ്ങളാണ് എക്സാമിനറിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ +1 അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പല കുട്ടികളും അഡ്മിഷൻസ് എടുത്തു കഴിഞ്ഞു. സോ എക്സാമിനറിൻ്റെ ബാച്ചുകളിൽ ഓൺലൈൻ ബാച്ച് ആയിക്കോട്ടെ, ഓഫ്ലൈൻ ബാച്ച് ആയിക്കോട്ടെ, ഓഫ്ലൈൻ നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് റെസിഡൻഷ്യൽ സ്കൂളിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ബാച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചസ് ആയിക്കോട്ടെ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓൺലൈൻ ബാച്ചസ് വർഷങ്ങളായിട്ട് CBSE-കാർക്കും അതുപോലെ സ്റ്റേറ്റ് സിലബസുകാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന എക്സാമിനറാണ്. അപ്പോൾ ആ ബാച്ചസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കാരണം ഇനി നമ്മളെന്താണ്, ഇനി ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് +1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടിയും അർച്ചനാമിസിൻ്റെ കൂടിയും അതുപോലെ നമ്മുടെ സയൻസിൻ്റെ ഹോൾ ടീമിൻ്റെ കൂടെ നിങ്ങൾക്ക് +1 +2 ഒക്കെ പഠിച്ചെടുക്കണമെങ്കിൽ വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണെന്നുള്ളതിന് താഴെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് +1 സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, നീറ്റിൻ്റെ ബാച്ച് ആയിക്കോട്ടെ, JEE ബാച്ച് ആയിക്കോട്ടെ, എന്നാൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞങ്ങളോട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് വീണ്ടും കാണാം. സോഷ്യൽ സയൻസ് നമ്മൾ തകർക്കും. അത്രേ ഉള്ളൂ.